ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാൽമീകി രാമായണം. ഓം. തപസ്വാധ്യായനിരതം തപസ്വി വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനിപുങ്കവം. തപസ്വാധ്യായനിരതനായ നാരദ മഹർഷിയോട് മുനിപുങ്കവനായ തപസ്വിയായ വാൽമീകി മഹർഷി ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് വാൽമീകി രാമായണം ആരംഭിക്കുന്നത്. ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സർവഗുണങ്ങളും ഒത്തിണങ്ങിയ പുരുഷൻ ആരാണ് എന്നുള്ളതാണ് വാൽമീകി മഹർഷി നാരദ മഹർഷിയോട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം. മൂന്ന് ലോകങ്ങളിലും സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാരദ മഹർഷി അറിയാത്തതായിട്ട് ഒന്നുമില്ല. അതിനാൽ സർവശ്രേഷ്ഠനായ ആ മനുഷ്യൻ ആരാണ് എന്ന് വാൽമീകി മഹർഷി ഉന്നയിച്ച ചോദ്യങ്ങളിൽ 15 ഗുണങ്ങളാണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ ഒരു 4 ഇരട്ടി ഗുണങ്ങളോ ചേർന്ന രാമൻ്റെ കഥ നാരദ മഹർഷി വാൽമീകി മഹർഷിക്ക് വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടിയാണ് വാൽമീകി രാമായണത്തിലെ ആദ്യ സർഗം അവസാനിക്കുന്നത്. പരിപാവനമായ രാമകഥ പാപങ്ങളെ നശിപ്പിക്കുന്നു, പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു, അത് വേദത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരദ മഹർഷി അവിടെ നിന്നും വിരമിക്കുന്നത്. നാരദ മഹർഷി പോയതിനു ശേഷം ഭരദ്വാജൻ തുടങ്ങിയ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം തമസാ നദിയിലേക്ക് സ്നാനത്തിനായിട്ട് എത്തിച്ചേരുന്ന വാൽമീകി മഹർഷി അവിടെ വെച്ചിട്ട് വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ച കാണുന്നു. ആ തമസാ നദിയുടെ തീരത്ത് ഒരു മരക്കൊമ്പിൽ പരസ്പരം പ്രേമാർദ്രമായി സല്ലപിച്ചിരിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ തൻ്റെ കൂരമ്പിനിരയാക്കുന്നു. വേടൻ്റെ അമ്പേറ്റ് താഴെ വീണ് പിടഞ്ഞ് ജീവൻ വെടിയുന്ന തൻ്റെ ഭർത്താവിനെ നോക്കി വളരെ ദീനമായി വിലപിക്കുന്ന ആ ക്രൗഞ്ചപക്ഷിയുടെ ആ ദീനരോദനം മഹർഷിയുടെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു. കാട്ടാളൻ്റെ കൂരമ്പേറ്റ് താഴെ വീണ് രക്തം വാർന്ന് തൻ്റെ പ്രിയതമയെ നോക്കി പിടഞ്ഞ് മരിക്കുന്ന കിളിയുടെ ദൃശ്യം. അതുപോലെ തന്നെ തൻ്റെ പ്രിയതമൻ്റെ വേർപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകിളിയുടെ ദീനരോദനം. ഇത് മഹർഷിയുടെ ഹൃദയത്തിൽ ഒരേ സമയം കാരുണ്യവും കാട്ടാളനോടുള്ള അമർഷവും ചേർന്ന് സൃഷ്ടിച്ച ആ വികാരം വാക്കുകളായി പുറത്തേക്ക് വരുന്നു. മാനിഷാദ പ്രതിഷ്ഠാന്തമകമൽ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധി കാമമോഹിതം. തൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയ ആ ശ്ലോകം ഒരു നിമിഷം മഹർഷിയെപ്പോലും ആശ്ചര്യപ്പെടുത്തി. കുറച്ചു നേരം മഹർഷി അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ ക്രൗഞ്ചപക്ഷിയോട് തൻ്റെ ഹൃദയത്തിൽ ഇത്രയധികം കാരുണ്യം നിറയാൻ കാരണമുണ്ടായത്? താൻ ഉച്ചരിച്ച വാക്കുകൾ അത് വൃത്തനിബദ്ധമായിട്ട് താളാത്മകമായിട്ട് തീർന്നത് എങ്ങനെയായിരിക്കാം? ഇങ്ങനെയുള്ള ചിന്തകളിൽ കുറച്ചു നേരം മഗ്നനായിത്തീർന്നു വാൽമീകി മഹർഷി. തമസാ നദിയിലിറങ്ങി സ്നാനം ചെയ്യുമ്പോഴും
തിരികെ ആശ്രമത്തിലേക്ക് നടക്കുമ്പോഴും ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുന്ന സമയത്തും എല്ലാം യാദൃച്ഛികമായി നടന്ന ഈ സംഭവങ്ങൾ, ഈ ശ്ലോകം മഹർഷിയുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും അറിയാതെ തന്നെ കടന്നു വന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് അവിടേക്ക് ബ്രഹ്മദേവൻ മഹർഷിയുടെ ആതിഥ്യം സ്വീകരിക്കാനായിട്ട് എത്തിച്ചേരുന്നു. വേണ്ട രീതിയിൽ ബ്രഹ്മദേവനെ സൽക്കരിക്കുന്ന സമയത്തും മഹർഷിയുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മാനിഷാദ മാനിഷാദ മാറ്റൊല്ലിക്കൊണ്ടുകൊണ്ടിരുന്നു. വാൽമീകിയിൽ നിന്നും ശ്ലോകത്തെ കേട്ട ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഈ ശ്ലോകത്തെ പറ്റിയിട്ട് ഒട്ടും പരിഭ്രമിക്കേണ്ട, വ്യാകുലപ്പെടേണ്ടതില്ല. എൻ്റെ ഇഷ്ടപ്രകാരമാണ് അങ്ങയുടെ ഉള്ളിൽ ഈ ശ്ലോകം തോന്നിയത്. അങ്ങ് നാരദ മഹർഷി അങ്ങയെ കേൾപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള രാമായണ കഥയെ ഈ അനുഷ്ഠുപ്പ് വൃത്തത്തിൽ ഒരു മഹാകാവ്യമായിട്ട് രചിക്കണം എന്ന് ബ്രഹ്മാവ് നാരദ മഹർഷിയോട് നിർദ്ദേശിക്കുന്നു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം, വിധിപ്രകാരം ആചമനം ചെയ്ത് ദർഭപുല്ലിൽ കിഴക്കോട്ടഭിമുഖമായിട്ടിരുന്ന് ധ്യാനനിമഗ്നനായിരുന്ന് വാൽമീകി മഹർഷി നാരദ മഹർഷി തനിക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള രാമായണ കഥകളെ മുഴുവൻ തൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് 7 ഭാഗങ്ങളിലായിട്ട് 24,000 ശ്ലോകങ്ങളിലായിട്ട് വിശ്വോത്തരമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള രാമായണ കാവ്യത്തിൻ്റെ രചന ഇവിടെ ആരംഭിക്കുന്നു. ഇവിടെ വാൽമീകി രാമായണത്തിൻ്റെ 2ാമത്തെ സർഗം അവസാനിക്കുന്നു.